ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കേശുമാൻ്റെ ഉടുപ്പ് കണ്ടോ, വലിയ ഉടുപ്പാ കേശുമാൻ്റെ. കേശുക്കുട്ടനെ ഞങ്ങൾ രാവിലെ തന്നെ എണ്ണ വെച്ച് കുളിപ്പിച്ചു. കേശുക്കുട്ടൻ്റെ അച്ഛമ്മയും കുളിച്ച് എണ്ണ വെച്ച് എല്ലാവരും രാവിലെ കുളിക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ദീപാവലിക്ക് എണ്ണ വെച്ച് കുളിക്കുമായിരുന്നു. രാവിലെ കുളിച്ചിട്ട് ഇച്ചിരി മധുരം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ മധുരത്തിന് ഞങ്ങൾ ലഡു ഒന്നും അങ്ങനെ മധുരമായിട്ടുള്ളൊന്നും മേടിച്ചില്ല. ഞങ്ങൾക്ക് ഇച്ചിരി സേമിയ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ചെറിയ കുഞ്ഞു പായസം, സേമിയ പായസം വെച്ച് സേമിയ പായസം. പിന്നെ കഴിക്കാൻ രാവിലെ ഞങ്ങൾ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇന്നത്തെ പുട്ടുണ്ടാക്കിയത്. മഴവിൽ പുട്ടെന്ന് വേണമെങ്കിൽ പറയാം. മഴവിൽ പറയുമ്പോൾ 7 കളറാണ് ഉണ്ടാക്കി. ഇത് 3 കളറേ ഉള്ളൂ. ഞങ്ങളിത് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വിഭവം ഇതൊക്കെയാണ്. പിന്നെ കടലയും പുട്ടും ആണ് ഞങ്ങൾക്ക് ഇന്ന്. കടലക്കറിയും മഴവിൽ പുട്ടെന്ന് പറയാൻ പറ്റില്ല, 3 നിറമുള്ള പുട്ട്, പായസം, ഇതൊക്കെയാണ് ഇന്നത്തേത്. പിന്നെ എല്ലാവരും രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെ പോയി കാണും, അമ്പലത്തിൽ പോകുന്നുള്ളവർ അമ്പലത്തിൽ പോയി കാണും. പിന്നെ ഇന്ന് ആഘോഷങ്ങളുടെ ബഹളമായിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും അതില്ലെങ്കിലും വെളിരാജ്യങ്ങളൊക്കെ ഭയങ്കര, നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട് എല്ലാവരും ദീപം കത്തിയിലും. എന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെയാന്ന് തോന്നുന്നു ഒന്നും കൂടെ കൂടുതൽ. നമ്മുടെ ഇവിടെ ഉണ്ട്. ഇന്ന് പലർക്കും അവധിയായിരിക്കും. എനിക്ക് ഓഫീസിൽ പോകണം. മിക്കവർക്കും ഇന്ന് അവധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, നല്ലൊരു ദീപാവലിയുടെ എല്ലാവരും നല്ലോണം ആഘോഷിച്ചിട്ട് എല്ലാവരും ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ പറയണം ദീപാവലിക്ക് എന്തൊക്കെയാ പരിപാടികളൊന്നും എല്ലാം എന്ന് അറിയണം. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും രാവിലെ മധുരം കഴിച്ചോ എന്നൊക്കെ പറയണം. ലൈവിൽ വന്നപ്പം കുറേ ആൾക്കാർ വന്നായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അതിനകത്ത് ഞാൻ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ പറഞ്ഞവർക്കുള്ള മറുപടി ആയിട്ടേ ഉള്ളൂ. ആരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഇത്രയും നാളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുമ്പം അറിയാതെ വായിന്ന് വന്നു പോകുന്നത്. എത്ര കടിക്കാത്ത ചേരയും തിരിഞ്ഞ് കടിക്കുമെന്ന് പറയുന്ന പോലുള്ളൊരു അനുഭവമാണ്. നമ്മൾ പറയാതിരിക്കുമ്പോൾ നമ്മളോട് തോന്നിയ ദിവസം പറയുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അതൊന്നും ആരും കാര്യമായിട്ട് എടുക്കണ്ട. അതുകൊണ്ട് ഇന്ന് എല്ലാവരും രാവിലെ എൻ്റെ കേശുക്കുഞ്ഞിനെ നോക്കാൻ ചുന്ദരക്കുട്ടരാണ് നിൽക്കുന്നത് കണ്ടോ. എൻ്റെ കേശുക്കുഞ്ഞ്, എൻ്റെ കേശുക്കുഞ്ഞിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഇതായിട്ട് ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പായസമുണ്ട്. എല്ലാം കൂടെ എനിക്ക് എടുത്തു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ എല്ലാവരും ഓടി വായോ, പുട്ടും സേമിയ പായസം കഴിക്കാം.